ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ മക്കൾ ഒരുമിച്ചുള്ള സന്തോഷമൊക്കെ കണ്ട് തിരികെ വന്ന് ആ മുറിയിലിരുന്ന് പൊട്ടിക്കരയാണ്. അവർ സന്തോഷിക്കുന്നത് കണ്ടിട്ടല്ല, ഈ ഓരോ കാര്യങ്ങളും നിളയുടെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ കാവേരി അമ്മയോടൊപ്പം വന്നു. അമ്മയോടൊപ്പം വന്നിട്ട് എന്താ അമ്മ ഇതെന്നിങ്ങനെ ചോദിക്കുക. അപ്പം നിങ്ങൾ തമ്മിൽ തല്ല് കൂടുന്നത് കാണുമ്പോൾ എന്തൊരു ദുർവിധിയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ പണ്ടൊക്കെ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നാലാളും പരസ്പരം ഇങ്ങനെ സ്നേഹിക്കാൻ മത്സരിക്കുന്നത് കാണുമ്പോൾ അരവിന്ദേട്ടൻ പറഞ്ഞതാ ശരി. നിങ്ങൾ ഭാഗ്യമാണ്, പെൺമക്കൾ ഭാഗ്യമാണ്. വില കണക്കാക്കാൻ പറ്റാത്ത നിധി. ഒരസുഖം ഉണ്ടായാൽ അതിൻ്റെ വേദനയേക്കാൾ കൂടുതലായിരിക്കും അത് കാരണം ഉണ്ടാകുന്ന ഒറ്റപ്പെടലും നിശബ്ദതയൊക്കെ. നീളമോളെ നമ്മളിപ്പോൾ സ്കൂളിലേക്ക് അയക്കുന്നില്ല. കൂട്ടുകാരുടെ ചിരിയും കളിയൊക്കെ ഇല്ലാതാകുമ്പം അവളതങ്ങനെ താങ്ങുന്നായിരുന്നു എൻ്റെ പേടി. പക്ഷേ അതിനൊന്നും നിങ്ങളെ ഇടവരുത്തിയില്ലല്ലോ. ഒരു നിമിഷം പോലും അവളെ നിങ്ങൾ ഒറ്റയ്ക്ക് വിടുന്നില്ലല്ലോ. സന്തോഷമുണ്ട്, പഴയതിനേക്കാൾ സന്തോഷത്തിലല്ലേ നിളമോള് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കരച്ചിലാണ് കേട്ടോ. ഇപ്പോൾ അവൾക്ക് അസുഖം കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ കുതിച്ചു പോവാണ്. അമ്മ ഇങ്ങനെ കരയല്ലേ, നിളമോളെ ഒന്നും അറിയിക്കാതിരിക്കാനല്ലേ ഞങ്ങൾ കണ്ണീരമർത്തി പൊട്ടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിക്കുകയാണ് കാവേരി. പിന്നെ കാണിക്കുന്നത് കാവേരി ബാങ്കിലെത്തി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്. അല്ല, ഇത്ര നാളായോ മരണശേഷം, എത്രയോ നാളായോ അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ അറിയാനായിട്ട് വരാൻ എന്ന് ബാങ്കിലെ ആൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാവേരി പറഞ്ഞു, അതിന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു അക്കൗണ്ടുള്ള വിവരം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അച്ഛൻ എന്തും കൂടെ ഉണ്ടാവുമെന്ന് കരുതി ഒന്നും ഞങ്ങൾ ചോദിച്ചിരുന്നില്ല. അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമോ സാർ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ ഷുവർ എന്നും പറഞ്ഞ അയാൾ സിസ്റ്റത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. ഈ അക്കൗണ്ടിൻ്റെ നോമിനി ഇയാളാണ്. ഞാനോ എന്ന് കാവേരി ചോദിച്ചു. അതെ, കാവേരി അരവിന്ദൻ. അക്കൗണ്ട് ആരംഭിച്ചപ്പോൾ ശാരദ വൈഫായിരുന്നു. 5 വർഷം മുമ്പാണ് കാവേരി നോമിനി ആക്കിയത്. എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് കിട്ടുമോ സാർ? ഓക്കെ, അതിനെന്താ, കാവേരിയുടെ മെയിൽ ഐ ഡി പറഞ്ഞേ, ഞാൻ സെൻഡ് ചെയ്തോളാം. അങ്ങനെ കാവേരി മെയിൽ ഐ ഡി ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അക്കൗണ്ട് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് അച്ഛനല്ലാതെ ആർക്കും പണം എടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ സാർ? പക്ഷേ അരവിന്ദിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ജയപാലനല്ലേ? അതെങ്ങനെ ശരിയാകും? അത് അക്കൗണ്ടിലേക്ക് പണം അയക്കുന്ന റോൾ മാത്രമേ അരവിന്ദനുണ്ടായിരുന്നുള്ളൂ. പണം പിൻവലിക്കുന്നത് ജയപാലനാണ്. ബ്ലാങ്ക് ചെക്കൊക്കെ ഒപ്പിട്ട് ഏൽപ്പിച്ചിരുന്നു ജയപാലനെ. ചെറിയ ഇടപാടുകൾക്കൊക്കെ ATM കൊടുത്തിരുന്നു. അങ്ങനെയാണ് പിൻവലിച്ചിരുന്നത്. അരവിന്ദൻ നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും വന്ന് അന്വേഷിച്ചാലായി, ഇല്ലെങ്കിലായി. എന്തായാലും ദുർവിധി ഓർത്ത് കാവേരി ഒന്നും പറഞ്ഞില്ല. ബാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവള് ഞെട്ടിപ്പോയിട്ടോ. അയ്യോ, അച്ഛൻ്റെ മരണശേഷം ഈ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തിട്ടുണ്ടല്ലോ. ആ പണം നിങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടില്ലേ? നോക്കുകൂട്ടി, അരവിന്ദനും ഞാനുമായിട്ട് ഒരു ബാങ്ക് മാനേജർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കാവേരി കുടുംബത്തിന് നോക്കുമെന്ന് അരവിന്ദന് എപ്പോഴും പറയുമായിരുന്നു. കാവേരിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് അരവിന്ദന് വിശ്വാസമുണ്ടായിരുന്നു. ജയപാലൻ അരവിന്ദൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായി നേരിട്ട് അത് തിരിച്ചു വാങ്ങണം. അതിനൊക്കെ ഇപ്പോൾ ശക്തമായ നിയമ നടപടികളുണ്ട്. അരവിന്ദ് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ജയപാലനെ വളർത്താൻ വേണ്ടിയിട്ടല്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഇത് സംബന്ധിച്ച് എവിടെ എന്ത് തെളിവ് തരാനും ഞാൻ തയ്യാറാണ്, ഞങ്ങളുണ്ട് കൂടെ എന്ന് ബാങ്ക് മാനേജർ പറഞ്ഞു. പക്ഷേ ഈ പറച്ചിൽ ഇപ്പോഴോ ഉള്ളോന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും പറ്റത്തില്ല എന്ന് പറയുമായിരിക്കും ജയപാലൻ്റെ വാക്കൊക്കെ കേട്ടിട്ട്. പിന്നെ കാണിക്കുന്നത് വീട്ടിൽ നമ്മുടെ ഗംഗയുടെ ഒരു കൂട്ടുകാരി വന്നു. സിറ്റിയിലേക്ക് കെട്ടിച്ച് വിട്ട ഒരു കൂട്ടുകാരിയാണ് കേട്ടോ. സിറ്റിയിലൊരു ചെറിയ ബുട്ടിക്കൊക്കെ തുടങ്ങി നടത്തുന്ന ഒരു കൂട്ടുകാരി. അവളുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെയല്ലേ 100 രൂപയ്ക്ക് ബ്ലൗസ് തയ്ക്കുന്നത്, ടൗണിൽ 500 രൂപ പാട്ടും പാടി മേടിക്കാം. ഒരു ബ്ലൗസിന് 500? നീയൊക്കെ അവിടെ വന്നാൽ 2 വർഷത്തിനുള്ളിൽ ഒരു വീട് മേടിക്കാം. അല്ല, തയ്യൽ സാധനങ്ങൾക്കൊക്കെ അതിനനുസരിച്ച് വില കൂടുതലായിരിക്കില്ലേ? പിന്നെ അവിടെ ഹോൾസെയിൽ സാധനങ്ങൾ കിട്ടില്ലേ? ഇവിടെയല്ലേ കൊന്നു പണം മേടിക്കുന്നത്. അല്ല, ആരിത് താരയോ എന്ന് ചോദിച്ച് ശാരദാമ്മ വന്നു. സുഖമല്ലേ താരമോൾക്ക്? സുഖമാണ്. അല്ല, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഞാൻ ഗംഗ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, വിശേഷങ്ങളൊക്കെ അപ്പം അറിയാറുമുണ്ട്. നിളയുടെ ചികിത്സയുടെ കാര്യത്തിനാണെങ്കിൽ ശാരദാമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, തിരുവനന്തപുരത്തേക്ക് വാന്നേ. അവിടെയല്ലേ ഹാർട്ട് സർജറിക്കൊക്കെ ലോകത്തെ ഏറ്റവും മികച്ച ചികിത്സയുള്ള ആശുപത്രിയാണ്.
മോള് വാ, അല്ല നിങ്ങൾ അങ്ങോട്ടേക്ക് വാ എന്ന് താര പറഞ്ഞപ്പോഴേക്കും മോളിപ്പോൾ ശരിക്കും തിരുവനന്തപുരംകാരിയായില്ലേ. സംസാരത്തിലേക്ക് എന്ത് വ്യത്യാസമാണ്, സംസാരത്തിലും തിരുവനന്തപുരംകാരി. ശരിക്കുള്ള ലൈഫ് സിറ്റിയിലാണ്. നമ്മളൊരു പൊട്ടക്കിണറ്റിലാണ് താമസിച്ചിരുന്നതിനെ ഇവിടുന്ന് രക്ഷപ്പെട്ടാലേ മനസ്സിലാവുള്ളൂ. അല്ല മോളെന്നാ വന്നത്? മെനിഞ്ഞാന്ന്. നാളെ പോകണം. എടി സിറ്റിയിലൊക്കെ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്? എപ്പോഴും വണ്ടികളുടെയൊക്കെ ശബ്ദമല്ലേ എന്ന് ഗംഗ ചോദിച്ചപ്പം അയ്യോ എനിക്ക് ഇവിടെയാണ് ബുദ്ധിമുട്ട്, കുറച്ച് ഓണടിയും ബഹളമൊക്കെ കേട്ട് കിടന്നാലേ ഉറക്കം വരുന്നുള്ള അവസ്ഥയായി. അല്ല മോളുടെ ഭർത്താവിന് അവിടെ സർക്കാർ ജോലിയാണോ? ഏയ് ടൗണിലൊക്കെ അതിനേക്കാളും ഭേദം ബിസിനസ്സാണ്. ഫുഡ് ഡെലിവറി നടത്തുന്ന പയ്യന്മാർക്ക് പോലും കിട്ടും 1000 2000 ഒക്കെ. അല്ല മോളിപ്പോഴേക്കും ഇങ്ങോട്ടൊക്കെ വരവ് കുറവല്ലേ? എനിക്ക് അവിടെ ഒരു ബുട്ടിക്കുണ്ടേ, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. പെട്ടിക്കടയോ എന്ന് ചോദിച്ചു ശാരദ. അമ്മേ പെട്ടിക്കടയല്ല ബുട്ടിക്ക്. അതെന്തുവാ? ബുട്ടിക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു തുണിക്കടയും അതിനൊപ്പം ഒരു തയ്യലും. ഓ അങ്ങനെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മേ. ഞാൻ ചായ തന്നില്ലല്ലോ. ഞാൻ വന്നിട്ട് മണിക്കൂർ 1 2 ചായ കുടിച്ചു. ഇനി ഞാൻ ചായ കുടിച്ചാലേ ഇവള് തല്ലിക്കൊല്ലും. തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചേരെ. ശരി എന്നും പറഞ്ഞങ്ങ് പോയി കേട്ടോ. എടി ഇതേ ഈ പെണ്ണിന് കൈത്തുന്നൽ പോലും അറിയത്തില്ലല്ലോ, ഇവള് പിന്നെ എങ്ങനെയാ തയ്യക്കട നടത്തുന്നത്? അമ്മയൊന്ന് പതുക്കെ പറ, അവള് കേൾക്കും. പിന്നല്ലാണ്ട് തുണി വെട്ടാൻ അറിയാണ്ട് കൈയും കാലും നിൻ്റെ പുറകെ പിടിച്ചുകൊണ്ട് നടന്ന പെണ്ണല്ലേ. അതൊക്കെ ശരിയായി കാണും. അത് പിന്നെ ഈ പട്ടണം എന്ന് പറയുന്നതേ ഒരത്ഭുതമാണ്. അവിടെ ചീത്തയായിട്ട് ഒന്നുമില്ല. ചീത്ത കാര്യങ്ങൾ പോലും അവിടെ നല്ലതാവുന്ന. ബ്രൈഡ് ബ്ലൗസിനൊക്കെ എത്രയാ തയ്യക്കൂലി എന്നറിയാവോ? 5000 ആണ് ഒരു ബ്ലൗസിന്. 5000? പിന്നെ വർക്ക് കൂടുതലാണെങ്കിലേ തയ്ക്കാനുള്ള. നമുക്ക് തിരുവനന്തപുരത്ത് പോയി താമസിച്ചാലോ? എന്തായാലും നിലമോളെ ചികിത്സിക്കാൻ നമ്മൾ അവിടെ പോയി താമസിക്കണം. അപ്പോൾ പിന്നെ സ്ഥിരതാമസമാക്കിയാൽ എന്താ കുഴപ്പം? എന്താണെന്ന് വെച്ചാൽ നിനക്കും വിനീതിനും തയ്യൽ ജോലിയും ചെയ്യാം, എനിക്കെന്തായാലും പാചകത്തിൻ്റെ പണിയും ചെയ്യാം. അതും നടക്കും. ജീവിക്കണ്ടേ? എന്തായാലും ഗംഗയ്ക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അത്. കല്യാണം കഴിച്ചാൽ ഈ വീട്ടിൽ തന്നെ വന്ന് താമസിച്ച് മരിക്കണം എന്നൊരു വിചാരമൊക്കെ ഉണ്ടായിരുന്നു. ആ വിചാരമൊക്കെ പോയി. ഇപ്പം നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാണ്. ആഗ്രഹിച്ചതുപോലെ ഒന്നും അല്ല ജീവിതം വന്ന് നിൽക്കുന്നത്. ഒരു പൊങ്ങുതടി പോലെ എങ്ങോട്ടോ ഒഴുകി പോവാണ്. ഇനി പോകുന്ന പോലെ അങ്ങ് പോകാം, പോയല്ലേ പറ്റുള്ളൂ. പറഞ്ഞിട്ടെന്താ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരദാമ്മ അങ്ങ് പോവാണ്. പിന്നെ കാണിക്കുന്നത് നിവിൻ്റെ വീടാണ്. നിവിനെ എന്നും പറഞ്ഞുകൊണ്ട് താഴെ അച്ഛനും അമ്മയും കൂടെ വിളിക്കുകയാണ്. അപ്പോഴേക്കും നിവിൻ പതുക്കെ ബാൽക്കണിയിൽ വന്നു. അവൻ്റെ കോലം കണ്ടില്ലേ, അവൻ വരുന്ന കോലം. ഇവരെവിടെയോ പോകാൻ റെഡിയായിട്ട് നിന്ന് നിൽക്കുകയാണ് കേട്ടോ. നിവിൻ സാധാ വേഷത്തിൽ ഇറങ്ങി വന്നു. നീ എന്താ ഇപ്പോൾ റെഡിയാവാത്തത്? എന്തിന്? എടാ നിൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലേ? വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിൻ്റെ കല്യാണത്തിന് പിന്നെ വേറെ ആരാ ഡ്രസ്സ് എടുക്കേണ്ടത്? മര്യാദകേട് കാണിക്കരുത്. മര്യാദകേട് നിങ്ങളല്ലേ കാണിക്കുന്നത്. ഞാൻ എവിടേക്കും വരുന്നില്ല എന്ന്. എടാ മോനെ, എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ? അല്ല ഇവൻ എങ്ങനെ ആയി പോയിന്നാ? രാജി ഞാൻ സംസാരിച്ചോളാം. വേണ്ട, ഇവൻ എന്ത് നല്ല കുട്ടിയായിരുന്നെന്നറിയോ? എൻ്റെ മകനെക്കുറിച്ച് എനിക്ക് എന്ത് അഭിമാനമായിരുന്നെന്നറിയോ? അതെ, നേരത്തെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ വീട്ടിൽ അമ്മയുടെ മുഖം കാണുമ്പോൾ എനിക്കെന്ത് സന്തോഷമാകുമായിരുന്നു എന്നറിയോ? ഇപ്പം ഞാൻ അതേ നാട്ടിൽ അതേ വീട്ടിൽ തന്നെയാണ്, 24 മണിക്കൂറും അമ്മയുടെ മുഖവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് സന്തോഷമില്ല, ഒട്ടും സന്തോഷമില്ല. രണ്ടാളും എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആകുന്നത്? ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. വിടച്ചാ എന്ന് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റി. നിങ്ങൾ നിശ്ചയിച്ച കല്യാണം ഡ്രസ്സും നിങ്ങൾ എടുത്തോണം. ഇവൻ വന്നേ പറ്റൂ സത്യേട്ടാ. ജയബാലേട്ടൻ പറയുന്നത് ശരിയാ. ഡ്രസ്സും സ്വർണ്ണവും എടുക്കാൻ വരാത്തവൻ താലി കെട്ടാൻ വരുമോ? അക്കാര്യത്തിലേ ജയബാലനങ്ങൾ പറഞ്ഞത് ശരിയാ. താലി കെട്ടാൻ ഞാൻ ഉണ്ടാവില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടാലും ജീവനോണ്ടുണ്ടാവുമെന്ന് കരുതരുത്. സമാധാനം തരില്ലേ എന്നൊക്കെ പറഞ്ഞ് നിവിൻ ദേഷ്യപ്പെടാണ്. എപ്പോഴും ഇങ്ങനെ ചാവുന്ന കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യരുത്. ഒറ്റയടിക്ക് ചത്തുപോ രണ്ടും എന്നും പറഞ്ഞ് നിവിൻ അങ്ങ് അലറി അകത്തേക്ക് കയറി പോവുകയാണ്. നിവിൻ്റെ അച്ഛൻ പോലും അന്തം വിട്ടിങ്ങനെ നിന്നുപോയി. കേട്ടില്ലേ സത്യേട്ടാ അവൻ പറഞ്ഞിട്ട് പോയത്? അവനെന്തോ ദേഷ്യത്തിൽ പറഞ്ഞതാ.
"ആ, കേട്ടില്ല അവൻ പറഞ്ഞത്. ഞാൻ അവന് ജീവനായിരുന്നു. അതാ പറഞ്ഞത്. ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് അവനെ നിർബന്ധിക്കണോ? ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ച് വിവാഹം കഴിച്ചാലേ അവൻ്റെ ആ, ജീവിതം പിന്നെ എന്താകും? നല്ല കാര്യമായി. മോള് ചെന്ന് അവനോട് ചോദിക്കുക, ഈ കല്യാണം ഇഷ്ടമല്ല പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. അവൻ ഉടനെ പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? നമുക്ക് ഈ കല്യാണം ക്യാൻസൽ ചെയ്യാമെന്ന്. പിന്നീട് എന്താ സംഭവിക്കുകയെന്നറിയോ? ആ കാവേരിയെ താലി കെട്ടി ഈ വീട്ടിൽ കൊണ്ട് നിർത്തും. പിന്നെ അവളുടെ ചെരുപ്പിനടിയിലായിരിക്കും ഞാനും സത്യേട്ടനും ഒക്കെ. അത് ഒഴിവാക്കാൻ വേണ്ടിയ സത്യേട്ടാ നീ ഇവന് രാഗിണിയായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ ഞാൻ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ജയപാലൻ വിളിക്കുകയാണ്. ജയപാലനാണല്ലോ. ഡ്രസ്സ് എടുക്കാൻ നിവിൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയും. എന്തായാലും ഞാൻ ജയപാലനോട് സംസാരിച്ചോളാം, നീ ഇറങ്ങ്, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ബാഗ് എടുക്കാനായിട്ട് പോവാണ്. അളിയ ഞങ്ങൾ ഇറങ്ങുക, സിറ്റിയിലെത്തിയിട്ട് വിളിക്കാം. നിവിൻ വരുന്നില്ല എന്ന കാര്യം പറഞ്ഞില്ല. പിന്നെ കാണിക്കുന്നത് വിനീതും വേറൊരു ബേബി ചേട്ടനും കൂടിയിട്ട് ഒരു പള്ളിയിലച്ഛനെ കാണാനായിട്ട് വരികയാണ്. അച്ചോ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ വിനീതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അച്ഛാ എന്ന് ബേബി ചേട്ടൻ പറഞ്ഞു. യൂണിഫോമിൻ്റെ കാര്യമല്ലേ, ഞാൻ സ്കൂളുകാരോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം മുമ്പ് അവർ വേറെ ആർക്കാണ്ട് വാക്ക് കൊടുത്തു. ഇനി അത് മാറ്റി പറയുന്ന മോശമല്ലേ? സാധാരണ ഞാൻ ശുപാർശയൊന്നും നടത്താറില്ല. വിനീതിൻ്റെ കാര്യമായോണ്ടാ ഞാൻ. അയ്യോ സാരമില്ല, അച്ഛൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ തോന്നിയില്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നാൽ പോട്ടെ എന്നും പറഞ്ഞ് പോകുവാണ്. പിന്നെ വിനീതേ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ അച്ചോ? അതെ, അടുത്ത ആഴ്ച ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്നുണ്ട്. അവിടെ അവരെ ഒന്ന് പോയി കാണാവോ? സെമിനാരിയിലേക്ക് ഒരു തയ്യക്കാരനെ ആവശ്യമുണ്ട്. വിനീതനെ ഞാൻ അരമനയിൽ പരിചയപ്പെടുത്താം. സെമിനാരിയിലെ മാത്രമല്ല, സ്കൂളിലെയും കോളേജിലെയൊക്കെ തയ്യൽ വിനീതിന് കിട്ടും. തിരുവനന്തപുരത്ത് താമസിച്ച് ജോലി ചെയ്യേണ്ടി വരും. വിനീതിന് താല്പര്യമുണ്ടോ? അപ്പോൾ എവിച്ചനും പറഞ്ഞു 100% വിനീതിന്. അത് വേണ്ടച്ചോ, നമ്മുടെ ജന്മനാടിതല്ലേ, ഇവിടെ നിന്ന് എങ്ങനെയാണ് പോണത്? ഇവിടം വിട്ട് വേറൊരിടത്ത് പോയി ജോലി ചെയ്താലും വിനീതിൻ്റെ ജന്മനാടല്ലാതാവോ ഇത്? ഞാൻ പറഞ്ഞല്ലോ, റെക്കമെൻഡേഷൻ ഞാൻ നടത്താറില്ല. ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ഒരു സഹായമാവുമല്ലോ എന്ന് കരുതിയാൽ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. വിനീതിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പ്രാർത്ഥനയ്ക്ക് സമയമായി, വിനീതിന് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞപ്പോൾ അച്ഛൻ കയറി പോവാണ്. എന്തായാലും ഇവർ കുടുംബത്തോടെ തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എടാ മര്യാദയ്ക്ക് അങ്ങ് സമ്മതിച്ചാൽ പോരായിരുന്നോ? അതൊന്നും ശരിയാവില്ല. എടാ കടവായിട്ട് ആരെങ്കിലും 500 രൂപ തരുമോ ജന്മനാടാന്നും പറഞ്ഞ്? അത് വിട്. എന്തായാലും നമ്മുടെ ഈ നാട്, കാറ്റ്, പക്ഷി, പിന്നെ പക്ഷിയുടെ മുട്ട, ആനപ്പിണ്ടം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എടാ വിനീത, ഇനിയെങ്കിലും നീ കുറച്ച് പ്രാക്ടിക്കലാവ്. നീ ജീവിച്ചിരിക്കുന്നുണ്ട്, നിനക്കൊപ്പം ഉള്ളവർക്കൊരു ജീവിതം ഉണ്ട് എന്ന് നീ ഓർക്കണം. പിന്നെ കാണിക്കുന്നത് ഗംഗ. വിനീത് വീട്ടിൽ വന്നു. ഗംഗ വിനീതിന് ദോശയൊക്കെ ചുട്ടു കൊടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാവരും കഴിച്ചോ? എല്ലാവരും കഴിച്ചു. അല്ല, വിനീതേട്ടനോ കഴിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചോറ് ബാക്കി വെച്ചേനെ. ഇതിപ്പോൾ ദോശമാവുള്ളത് കാര്യമായി. ഈ സാമ്പാറിൻ്റെ കൂടെ എന്തും പോകും. ഇച്ചിരി സാമ്പാർ ഇങ്ങോട്ട് ഒഴിച്ചേ. സാമ്പാർ അമ്മ ഉണ്ടാക്കിയതാ. അത് ഞാൻ പറയാൻ വരുമായിരുന്നു. സാമ്പാറിനൊക്കെ നല്ലതേ ദോശയാ. ഗംഗ, ഞാൻ പൗലോസച്ചനെ കാണാൻ പോയായിരുന്നേ. സ്കൂൾ കുട്ടികളുടെ തയ്യൽ കിട്ടാൻ ബുദ്ധിമുട്ടാന്നാ. അപ്പോൾ കിട്ടുന്നല്ലേ ബേബി ചേട്ടൻ പറഞ്ഞത്. ഞാനിപ്പോൾ എത്ര ദോശ കഴിച്ചു? 4 അല്ലേ? പിന്നെ 3 ആയുള്ളൂ. അല്ല, ഞാനിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ദോശ അല്ല, പൗലോസച്ചൻ്റെ കാര്യം. അച്ഛൻ്റെ കാര്യമേ, തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ. അവിടെ ചെന്നാലേ പള്ളി വക തയ്യൽ സംഘടിപ്പിച്ച് തരാമെന്ന്. തിരുവനന്തപുരത്തോ? ദൂരെ എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിയില്ലേ? ഞാനും ഇതുപോലെ തന്നെ ഞെട്ടി. ഞാൻ ഞെട്ടിയതല്ല, എനിക്കിതൊരു സർപ്രൈസ് പോലെയാണ് തോന്നിയത്. ഗംഗെ, അവിടെ താമസിച്ച് ജോലി ചെയ്യണമെന്നാണ് പൗലോസച്ചൻ പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഗംഗയ്ക്ക് അതിലും വലിയ സന്തോഷം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സീ യു അഗെയിൻ. താങ്ക് യു.